ശ്വസിപ്പിച്ചിടുന്നു. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. ഈ രാവിലെ ദൈവവചന കേൾവിക്കായി കാതോർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മെ ദൈവം എന്തിനു വേണ്ടിയാണ് വിളിച്ചത്, ആ വിളിയുടെ ഉദ്ദേശം എന്ത് എന്ന് കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് വചനത്തിലൂടെ ധ്യാനിപ്പാൻ കഴിഞ്ഞത് അനുഗ്രഹം അനുഭവിപ്പാൻ നാം വിളിക്കപ്പെട്ടത് കൊണ്ട് നാം അനുഗ്രഹിക്കുന്നവർ ആയിത്തീരണം എന്നാണ്. ഇന്ന് പകൽക്കാലം പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ നിന്ന് വിളിയുടെ മറ്റൊരു ഉദ്ദേശത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആ വാക്യത്തിന്റെ 2-ാം ഭാഗം ഇങ്ങനെയാണ് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്: നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനത്താക്കി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഇത് നമ്മുടെ ഭാവി പ്രത്യാശയുമായി ബന്ധപ്പെട്ടാണ് പത്രോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ജീവിതത്തിൽ കഷ്ടമനുഭവിക്കേണ്ടി വരും. പത്രോസിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അല്പകാലത്തേക്കുള്ള കഷ്ടമാണ്. പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കഷ്ടത, ഇങ്ങനെ വേദന ഞാൻ മാത്രം എന്തുകൊണ്ട് അനുഭവിക്കുന്നു, ഈ വേദനയ്ക്ക് ഒരു അറുതിയില്ലയോ എന്നൊക്കെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ കഷ്ടതയും ഈ സങ്കടവും ഈ വേദനയും ഒക്കെ കേവലം നൊടി നേരത്തേക്കുള്ള അല്പകാലത്തേക്കുള്ള കഷ്ടത മാത്രമാണ്. എന്നാൽ പത്രോസ് പറയുന്നത് നാം പ്രാപിക്കുവാൻ പോകുന്ന തേജസ് ഉണ്ട്. ആ തേജസ് അല്പകാലത്തേക്കല്ല, ആ തേജസ് നിത്യമായിട്ടുള്ള തേജസ്സാണ്. അതെ പ്രിയമുള്ളവരെ, നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ആ തേജസ് പ്രാപിക്കുവാനായിട്ടാണ്. അപ്പൊ നമ്മുടെ ഭാവി പ്രത്യാശ എന്ന് പറയുന്നത് ഈ കഷ്ടത മാറി, ഈ രോഗവും ദുഃഖവും മാറി, ഈ കണ്ണുനീരിന്റെ അനുഭവം മാറി, വേദനയുടെ അവസ്ഥകൾക്കെല്ലാം ദൈവം അറുതി വരുത്തി കർത്താവിനോട് കൂടെ നിത്യം യുഗായുഗമായി തേജസ്സിൽ നാം അവനോടുകൂടെ വാഴും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വിളിയുടെ ഉദ്ദേശം നാം തിരിച്ചറിഞ്ഞാൽ ഈ കാലത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഏതുമില്ല, സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും. നമ്മെ ഈ കഷ്ടതയിൽ നിലനിർത്തുന്നത് നാം പ്രാപിക്കുവാൻ പോകുന്ന ഈ നിത്യ തേജസ്സാണ്. ഇന്ന് പകൽ നമുക്ക് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവെ, ഈ കഷ്ടത മറന്ന് ആ നിത്യ തേജസ്സിന് വേണ്ടി എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് സമർപ്പിക്കാം. സ്വർഗസ്ഥ പിതാവേ, എന്നെ കേട്ടാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ജീവിതത്തിൽ വേദനയോടെ, കഷ്ടതയോടെ, കണ്ണുനീരോടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവെ, ഇതിനപ്പുറത്തുള്ള ആ തേജസ്സിനെ കുറിച്ചുള്ള വെളിപ്പാട് അവിടെ ഉള്ളത്തിൽ കൊടുത്ത് കർത്താവെ, കഷ്ടതയിൽ ധൈര്യത്തോടെ നിൽക്കുവാനുള്ള കൃപ കൊടുക്കണമേ. നമ്മുടെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.